യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി, തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി തൻ്റെ പൂണിയിൽ മറച്ചു വെച്ചു. എന്നോട്, ഇസ്രായേലേ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നിൽ മഹത്വീകരിക്കപ്പെടും എന്ന് അരുളി ചെയ്തു. ഈ ഏറ്റവും നല്ല മനോഹരമായ വേദഭാഗമാണ് ഈ വേദഭാഗം. ദൈവത്തിൻ്റെ കരം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ രാത്രികാലം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞ ഒരു വാക്യത്തിൽ നിന്നാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. ഈ വാക്യത്തിന് ഏറ്റവും വലിയ പ്രത്യേകതയുണ്ട്. ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിലും ചലിക്കും. ഈ രാത്രികാലം പരിശുദ്ധാത്മാവിനെ കാണിച്ചൊരു വെളിപ്പാട് ഇങ്ങനെയാണ്: ദൈവം ചില ബന്ധനങ്ങളെ കർത്താവ് അകച്ചുകളെ. ഈ രാത്രികാലം നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഈ വചനത്തിൽ വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ കർത്താവ് മാറ്റും. എന്താണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പദവി, ഇല്ലെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരം, എന്താണ് ദൈവത്തിൻ്റെ ഉദ്ദേശമെന്ന് നമുക്ക് വ്യക്തമായി ഈ ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാകുവാനായി സാധിക്കും. ഇവിടെ ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. ഹല്ലേലൂയ. ദൈവം പറയുന്നു, ദൈവം തൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെ ആക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ വാൾ പോലെ അത്രേ എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അത് ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അപ്പോൾ മൂർച്ചയുള്ള ഒരു വാൾ പോലെയാണ് ദൈവം തൻ്റെ ഭക്തന്മാരെയും അതുപോലെ ആക്കുവാനായി ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം തൻ്റെ വായെ, നമ്മുടെ എല്ലാവരുടെയും വായെ ഒരു മൂർച്ചയുള്ള വാൾ പോലെ ആക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. എന്തിനാണ് വായ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വായെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ വ്യക്തമായി നമുക്ക് മനസ്സിലാകുവാനായി സാധിക്കുന്ന ഒരു കാര്യം: എപ്പോഴൊക്കെ ദൈവത്തിൻ്റെ ജനം എവിടെയൊക്കെ പ്രാർത്ഥിച്ചുവോ, എവിടെയൊക്കെ ദൈവത്തിൻ്റെ ജനം നിലവിളിച്ചു, അവിടെയെല്ലാം ദൈവം തൻ്റെ വായിലൂടെയാണ് ദൈവം സംസാരിക്കാനിടയായത്, അല്ലെങ്കിൽ ദൈവശബ്ദത്തിലൂടെയാണ് ദൈവം സംസാരിക്കാനിടയായത്. അപ്പം ദൈവത്തിൻ്റെ പഴയ നിയമത്തിൽ നമ്മൾ നോക്കുന്ന സമയത്തിലും വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആദാമിനെയൊക്കെയും ചതിച്ചതായിട്ടുള്ള സാത്താൻ അവയെ ചതിക്കുമ്പോൾ അവൻ വായിലൂടെ അവൻ കള്ളം പറഞ്ഞ്, അവൻ നുണകൾ പറഞ്ഞ്, അവൻ പറ്റിച്ച് മനുഷ്യ കുലത്തെ മൊത്തം തകർക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ മർക്കോസിൻ്റെ മാളികയിൽ ഇറങ്ങിയ അതേ ദൈവ സാന്നിധ്യം, ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാവിൻ്റെ മേൽ അഗ്നി ജ്വാലയായി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് വായെ ഇത്രയും ദൈവവചനത്തിൽ പഠിക്കുന്ന സമയത്ത് വായ്ക്ക് വലിയ പ്രാധാന്യമുള്ളതായിട്ട് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ പറയുന്നു, നമ്മുടെ വായെ ദൈവം ഒരു മൂർച്ചയുള്ള ഒരു വാൾ പോലെ ആക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനാണ് വായ് ഒരു മൂർച്ചയുള്ള വാൾ പോലെ ആക്കുന്നത്? വായുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവം നമുക്ക് പൊളിക്കുവാനും പണിയുവാനും നടുവാനും ഒക്കെ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ 1-ാമത്തെ അധ്യായം പഠിക്കുന്ന സമയത്ത് യിരെമ്യാവിനോട് ദൈവം പറയുകയാണ്, നിന്റെ വായെ ഞാൻ നിനക്കൊരു അധികാരം തരികയാണ്. അതിനെ പൊളിച്ചു കളയുവാനും അത് തകർക്കുവാനും പണിയുവാനൊക്കെ ഉള്ള ഒരു അധികാരം കൈമാറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കുവാൻ പലപ്പോഴും നമ്മൾ പറയുമ്പോൾ പലരും പ്രാർത്ഥിക്കുവാൻ വാ തുറന്നവർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റാറില്ല. കാര്യം, പലരും പറയുന്ന ഒരു കാര്യം, ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചാൽ പോരെ എന്ന്. എന്നാൽ വാ കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ വായ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് ഈ ശബ്ദ തരങ്ങൾക്ക് ആത്മമണ്ഡലത്തെ ചലിപ്പിക്കുവാനായിട്ട് സാധിക്കും. ഈ നമ്മൾ വാ കൊണ്ട് പറയുന്ന വിശ്വാസത്തിൻ്റെ വാക്കുകൾക്ക് നമുക്ക് ആത്മമണ്ഡലത്തെ ചലിപ്പിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് വെറുതെ വാ കൊണ്ട് നമുക്ക് കളിവാക്കുകൾ, പരിഹാസത്തിൻ്റെ വാക്കുകൾ, നിന്ദയുടെ വാക്കുകൾ നമുക്ക് ഉച്ചരിപ്പാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടില്ല. ഒരു ഭക്തനായ മനുഷ്യൻ ഒരിക്കൽ ഇങ്ങനെയാണ് പറഞ്ഞത്: തൻ്റെ ജീവിതത്തിൽ താൻ ഒരു ദൈവശബ്ദം കേൾക്കാനിടയായി തീർന്നു. താൻ ദൈവത്തിൻ്റെ ഒരു ദൈവശബ്ദം കേട്ടപ്പോൾ ഇങ്ങനെയാണ് തന്നോട് ദൈവം സംസാരിച്ചത്: നിൻ്റെ വായെ നീ സൂക്ഷിക്കണം. കാര്യം, വാ കൊണ്ട് നീ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അവിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ നീ പറയരുത്, പരിഹാസത്തിൻ്റെ വാക്കുകൾ നീ പറയരുത് എന്ന ദൈവഭക്തൻ്റോട് പറയുന്നത് അതിൽ കേൾക്കുവാനിടയായി തീർന്നു. പ്രിയ ദൈവ പൈതലേ, രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ വായെ ദൈവം മൂർച്ചയുള്ള ആയുധമാക്കി മാറ്റുന്നത് ദൈവത്തിൻ്റെ കരം സ്പർശിക്കുന്നത് കൊണ്ടാണ്. അവിടെ യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവപ്രവാചകൻ
ദൈവത്തിൻ്റെ വെളിപ്പാട് കാണുമ്പോൾ, ദൈവത്തെക്കുറിച്ചുള്ള ദർശനം കാണുമ്പോൾ താൻ പറയുകയാണ്, ഈ ജനം ഹല്ലേലൂയ ആദരം കൊണ്ട് ബഹുമാനിക്കാത്ത ജനമാണ്, ഞാൻ അകൃത്യമുള്ള ഒരു ജനത്തിൻ്റെ മധ്യയാണ് ഞാൻ വസിക്കുന്നതെന്ന് പ്രവാചകൻ പറയുമ്പോൾ, താൻ കണ്ട ദർശനത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ ഒരു യാഗപീഠത്തിൽ നിന്ന് ഒരു കൊടിൽ കൊണ്ടുവന്ന് തൻ്റെ നാവിനെ സ്പർശിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സ്പർശിച്ച് കഴിഞ്ഞപ്പോഴാണ് തനിക്ക് മനസ്സിലായത്, തൻ്റെ നാവിൽ ഹല്ലേലൂയ താൻ പറയുകയാണ്, കർത്താവേ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ശുദ്ധിയുള്ളതാക്കി തീർപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവം തൻ്റെ ദൂതനെ അയച്ച് തൻ്റെ പ്രവാചകനെ സ്പർശിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവം നമ്മുടെ നാവിനെയും ഈ ദിവസങ്ങളിൽ മൂർച്ചയുള്ള ആയുധമാക്കി മാറ്റും, മൂർച്ചയുള്ള വാൾ പോലെയാക്കും. എന്തിനാണ്? പിശാചിൻ്റെ പദ്ധതികളെ കളയുവാൻ, പിശാചിൻ്റെ തന്ത്രങ്ങളെ തകർക്കുവാൻ. ഒരു ശക്തനായ ഒരു ദൈവദാസൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, താൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയും. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞതുകൊണ്ട് തൻ്റെ ശുശ്രൂഷയിൽ, തൻ്റെ ആത്മീയ ജീവിതത്തിൽ താൻ കണ്ടിട്ടില്ലാത്ത വലിയ മഹത്വത്തെ കാണുവാനിടയായി തീർന്നു. താൻ കൊണ്ട് വിശ്വാസത്താൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അന്ന് തൻ്റെ കൂടെ പലരും കളിയാക്കും, പലരും പരിഹസിക്കും. പക്ഷേ താൻ അതൊന്നും കേൾക്കാതെ തൻ്റെ മുമ്പോട്ടുള്ള യാത്രയിൽ, താൻ പ്രാർത്ഥനാ ജീവിതത്തിൽ വിശ്വാസത്താൽ താൻ പറയാൻ തുടങ്ങി. വിശ്വാസത്താൽ തൻ്റെ ആത്മീയ ജീവിതം വളരുവാനായിട്ട് തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്ത് വിശ്വാസത്താൽ പറഞ്ഞുവോ അതെൻ്റെ ജീവിതത്തിൽ കാണുവാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, പിന്നത്തേതിൽ ഞാൻ ദൈവവചനം ഞാനത് വിശ്വാസത്താൽ സംസാരിക്കാൻ തുടങ്ങി. തൻ്റെ മുമ്പിലുള്ള പ്രശ്നത്തെ നോക്കി സംസാരിക്കാൻ തുടങ്ങി. തൻ്റെ മുമ്പിൽ വരുന്ന രോഗികളോട് താൻ വിശ്വാസത്താൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. താൻ വിശ്വാസത്താൽ കൊണ്ട് ഹല്ലേലൂയ താൻ എവിടെ പരാജയപ്പെട്ടു ആ കൊണ്ട് ദൈവം അദ്ദേഹത്തെ ഒരു മൂർച്ചയുള്ള വായായി ദൈവം അദ്ദേഹത്തെ മാറ്റി എന്ന് താൻ പറയുന്നത് ഞാൻ സാക്ഷ്യം കേൾക്കാനിടയായി. ഈ രാത്രികാലം നമുക്ക് നമ്മുടെ ജീവിതത്തെയും ദൈവം ഇന്ന് രാത്രികാലം സ്പർശിച്ച പിശാചിൻ്റെ മുമ്പിൽ ദൈവം നമ്മുടെ നാവിനെയും ഒരു മൂർച്ചയുള്ള ആയുധമാക്കി കർത്താവ് മാറ്റും. ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്, തൻ്റെ കൈകളുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ആരുടെ കയ്യിലാണ് ദൈവം നമ്മെ ഒളിപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവത്തിൻ്റെ കയ്യെപ്പറ്റി നമുക്ക് വേദപുസ്തകത്തിനകത്ത് വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ കയ്യെപ്പറ്റി നമുക്ക് പറയുമ്പോൾ ദൈവത്തിൻ്റെ കൈ ഹല്ലേലൂയ വിടുതലിൻ്റെ കരമാണ്. ദൈവത്തിൻ്റെ കരം ഹല്ലേലൂയ നമ്മളെ മാറോട് ചേർക്കുന്ന കരമാണ്. ദൈവത്തിൻ്റെ കരം ആശ്വസിപ്പിക്കുന്ന കരമാണ്. ദൈവത്തിൻ്റെ കരം നമ്മളെ തകർത്ത് കളയുന്ന കരമല്ല. ദൈവത്തിൻ്റെ കരം നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ തകർത്ത് കളയുന്ന ഹല്ലേലൂയ കരമാണ്. ദൈവത്തിൻ്റെ കരത്തെപ്പറ്റി നമുക്ക് വേദപുസ്തകത്തിൽ അനേകം സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരത്തെ പറ്റി പറയുകയാണ്. യെശയ്യാ 59:1 പറയുന്നത്, ദൈവത്തിൻ്റെ കൈ കുറുകിയിട്ടില്ല, ഹല്ലേലൂയ, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, ഹല്ലേലൂയ എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയും. അപ്പോൾ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കൈ എന്ത് ചെയ്യില്ല, കുറുകി പോകാത്ത കൈയാണ്. ആ കയ്യിലാണ് നമ്മളായിരിക്കുന്നത് എന്ന് നമ്മളൊരു തിരിച്ചറിവോടെയാണ് ഈ രാത്രികാലം നമ്മളായിരിക്കേണ്ടത്. നമ്മൾ ആരുടെ കയ്യിലാണ് നമുക്ക് സുരക്ഷിതത്വമുള്ളത്? നമ്മൾ പറയാറുണ്ട്, ഒരു കുടുംബ ജീവിതത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ പറയും, ഭർത്താവിൻ്റെ കയ്യിലേക്ക് ഭാര്യയെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താണ് പ്രാർത്ഥിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഭർത്താവിൻ്റെ കൈകൾ നമ്മൾ സുരക്ഷിതയാണ് എന്ന് പറയും. പക്ഷേ നമ്മൾ കിട്ടുന്ന പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും, ഭർത്താവിൻ്റെ കയ്യിൽ എന്തല്ല, സുരക്ഷിത അല്ല എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ കരം അങ്ങനെയല്ല. ദൈവത്തിൻ്റെ കരമെന്ന് പറയുന്നത് പിശാചിനെ ഹല്ലേലൂയ ദൈവം തൊടാതെ, ഏൽപ്പിച്ചു കൊടുക്കാതെ ഹല്ലേലൂയ സംരക്ഷിക്കുന്ന കരമാണ്. ഒരിക്കൽ പത്രോസിനെ പറ്റിക്കളയുവാൻ ഹല്ലേലൂയ പിശാച് വന്ന് അനുവാദം ചോദിച്ചപ്പോൾ ദൈവം അവനെ ഏൽപ്പിച്ചു കൊടുത്തില്ല. ദൈവം അവനെ എന്ത് ചെയ്തു? അവൻ്റെ കൈകളിൽ അവനെ സുരക്ഷിതമായി വരച്ചു. ദൈവം നമ്മെ തൻ്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു എന്ന്, എൻഗ്രേവ് ചെയ്ത് വച്ചിരിക്കുന്നു, കൊത്തി വച്ചിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. ഈ നല്ല ദിവസവും ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമാണ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായിട്ട് ആർക്കും നിൽക്കുവാനായിട്ട് സാധ്യമല്ല. ദൈവം നമുക്ക് അനുകൂലമാണ്, അതെപ്പോഴും നമ്മൾ വിശ്വസിക്കണം. ദൈവം നമുക്ക് എന്താണ് നമുക്ക് അനുകൂലമാണ്. പ്രതികൂലമായി ആർക്കും നിൽക്കുവാൻ സാധ്യമല്ല. പ്രതികൂലമായി ഏത് സാഹചര്യമുണ്ടോ അതിനെല്ലാം ദൈവം നീക്കിക്കളയും. ഏത് പ്രതിസന്ധിയുണ്ടോ നമുക്ക് നീക്കും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ അതിരുകളെ വിശാലമാക്കുന്നത് ദൈവത്തിൻ്റെ കരമാണ്. ദൈവത്തിൻ്റെ കരത്തെ പറ്റി നമുക്ക് അനേകം സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമുക്ക് ഇസ്രായേൽ ആയിരുന്ന ദൈവജനത്തെ വിടുവിക്കേണ്ടതിന് അല്ലെങ്കിൽ ദൈവം അവരെ പുറപ്പെടുവിക്കുന്നത് ദൈവത്തിൻ്റെ കരമാണ്. ദൈവത്തിൻ്റെ കരമാണ് അവരെ പുറപ്പെടുവിച്ച് കൊണ്ടുവരുന്നത്. നമ്മൾ ചിന്തിക്കണം, ഹല്ലേലൂയ, എത്രയോ പ്രയാസങ്ങളിലൂടെ, എത്രയോ വേദനകളിലൂടെ, എത്രയോ വർഷങ്ങൾ ഇസ്രായേൽ മക്കൾ അനുഭവിച്ച കഷ്ടതയിൽ
വേദനയിലൊക്കെ അവരായിരിക്കുന്ന സമയത്ത് അതിനെല്ലാം അവരെ ദൈവം അവൻ്റെ കൈ അവനെ പുറപ്പെടുവിച്ച് കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇസ്രായേലിനെ പറ്റി ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പറയുകയാണ്, ഇസ്രായേൽ നമ്മുടെ സ്വന്തം ജനമാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമായിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മൾ സുരക്ഷിതമായിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിവോടെയാണ് ആയിരിക്കേണ്ടത്. ഈ രാത്രി ഹല്ലേലൂയ, ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, തൻ്റെ കൈയിൻ്റെ നിഴലിലാണ് നമ്മെ ഒളിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഹല്ലേലൂയ പ്രത്യേകതയുണ്ട്. കൈയിൻ്റെ നിഴലിൽ ഹല്ലേലൂയ, നിഴലിനൊരു പ്രത്യേകതയുണ്ട്. നിഴല് ഹല്ലേലൂയ പഴയ നിയമത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് പല ഭാഗങ്ങളിലും ദൈവത്തിൻ്റെ നിഴലിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പുതിയ നിയമത്തിലും ദൈവത്തിൻ്റെ ആ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവ മക്കളായിരിക്കുന്ന ദൈവത്താൽ വിളിക്കപ്പെട്ട അപ്പോസ്തലന്മാരിലൂടെ നിഴലടിച്ച് രോഗികൾ സൗഖ്യമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കൈ ഹല്ലേലൂയ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ കൈയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആ കരം താങ്ങുന്ന കരമാണ്, ആ കരം ആശ്വസിപ്പിക്കുന്ന കരമാണ്. ആ കരം നമ്മളെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വേദനകൾ, നിരാശകൾ, പ്രതികൂലങ്ങളിലെല്ലാം പ്രതിസന്ധികളിലെല്ലാം നമ്മളെ കൈപിടിച്ച് കയറ്റുന്ന കരമാണ് ആ ദൈവത്തിൻ്റെ കരം. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, പലപ്പോഴും നമ്മളെ ആശ്വസിപ്പിക്കുവാൻ, നമ്മെ ഹല്ലേലൂയ നടത്തുവാനായി പലപ്പോഴും നമുക്ക് ആളില്ല, നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന പലപ്പോഴും സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ആ സമയങ്ങളിലെല്ലാം ഞാൻ പറയട്ടെ, നമുക്ക് ആശ്രയിക്കാൻ ഏക വ്യക്തി നസ്രയനായ യേശു ക്രിസ്തുവാണ്. അവൻ നമ്മുടെ കയ്യിൽ പിടിച്ചത് കൊണ്ടാണ് നമുക്ക് ഇത്രത്തോളം നിൽക്കുവാനായിട്ട് സാധിക്കുന്നത്. പലരും ഈ ലോകം വിട്ട് എടുക്കപ്പെടുമ്പോൾ, ലോകത്തിൽ നിരാശരായി ജീവിക്കുമ്പോൾ, പ്രത്യാശയില്ലാതെ, സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ, ആശ്വാസമില്ലാതെ അവരായിരിക്കുമ്പോൾ ദൈവം നമ്മെ നിർത്തിയത് ദൈവത്തിൻ്റെ കരമാണ്. പിശാചിൻ്റെ കരം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഭാരമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം നമ്മളെ ജീവിതത്തിൽ ആശ്വസിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ കരം. ദൈവത്തിൻ്റെ കരത്തിനെ പറ്റി നമ്മൾ വേദപുസ്തകത്തിനകത്ത് പല ഭാഗങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിൻ്റെ നിഴലിൻ്റെ കീഴിൽ തന്നെ ഒളിപ്പിച്ച, കൈയുടെ നിഴലിൻ്റെ കീഴിൽ ഒളിപ്പിക്കുകയാണ്. എന്തിനാണ് കൈയുടെ നിഴലിൻ്റെ കീഴിൽ ഒളിപ്പിക്കുന്നത്? ആ ഒളിപ്പിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ശത്രു കാണാതെ വണ്ണം ഹല്ലേലൂയ ഒളിപ്പിക്കുകയാണ്. ആ ഒളിപ്പിക്കുന്നത് പിശാചിൻ്റെ പദ്ധതികൾ, അവൻ്റെ തന്ത്രങ്ങൾ നമ്മൾ അകപ്പെട്ടു പോകാതിരിക്കാൻ നമ്മെ ഒളിപ്പിക്കുന്നത്. അതിൽ താഴോട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഹല്ലേലൂയ, അവൻ എന്നെ മിനുക്കി അമ്പാക്കി തൻ്റെ പൂണിയിൽ മറച്ചു വെച്ചു. ദൈവം തന്നെ ഹല്ലേലൂയ, അവൻ എന്നെ മിനുക്കി അമ്പാക്കി തൻ്റെ പൂണിയിൽ എന്നെ മറച്ചു വെച്ചു. ഹല്ലേലൂയ, ഈ പ്രത്യേകതയുണ്ട്. ഈ അമ്പിനൊരു പ്രത്യേകതയുണ്ട്. ദൈവം നമ്മെ ഒരു മിനുക്കുന്ന ഒരു അമ്പാക്കി ദൈവം മാറ്റും. എന്തിനാണ് മിനുക്കുന്ന അമ്പായി മാറ്റുന്നത്? ഈ അമ്പിനൊരു പ്രത്യേകതയുണ്ട്. ഈ അമ്പ് ഏതെങ്കിലും ഒരു വൃക്ഷത്തിൽ നിൽക്കുമ്പോൾ ആ വൃക്ഷത്തിനൊരു പ്രത്യേകതയുണ്ട്. വൃക്ഷത്തിന് ഈ അമ്പിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വൃക്ഷം എപ്പോഴും നേരായിട്ട് നിൽക്കുന്ന കമ്പിനെ മാത്രമേ ഈ അമ്പിന് വേണ്ടിയിട്ട് എടുക്കത്തുള്ളൂ. അല്ലാതെ വളഞ്ഞു പൊളഞ്ഞ് നിൽക്കുന്നതായിട്ടുള്ള വൃക്ഷത്തിൻ്റെ ചില്ലകളെ എന്ത് ചെയ്യില്ല, അതിനെ മുറിച്ചെടുത്ത് എന്ത് ചെയ്തില്ല, അതിനെ ഒരു ആരുമായിട്ട് ഇല്ലെങ്കിൽ ഒരു അമ്പായിട്ട് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. കാര്യം അതിനെ മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. നിവർന്നു നിൽക്കുന്ന, ഇല്ലെങ്കിൽ വളവില്ലാതെ നിവർന്നു നിൽക്കുന്ന ഒരെണ്ണത്തിനെ മാത്രമേ അത് എടുക്കത്തുള്ളൂ. അഥവാ ചെറിയ വളവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും, അതിനെ ചെത്തി, അതിനെ മിനുക്കി, അതിൻ്റെ വളവിനെ ആദ്യം നോക്കും. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പല ചെത്തലിൽ കൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ, പല വേദനകളിൽ കൂടെ, പല ശോധനകളിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ ചില ചെത്തലുകൾ വരുന്നത് എന്തിനെന്നറിയാമോ? ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത് ഒരു മിനുക്കിയ ഒരു അമ്പാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ്. ഈ മിനുക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഈ അമ്പിനൊരു പ്രത്യേകതയുണ്ട്. അമ്പ് ഹല്ലേലൂയ ശത്രുവിനെ തകർത്തും കളയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അമ്പിനെ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ശത്രുവിൻ്റെ പദ്ധതികളെ തകർക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ അമ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ അമ്പിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ അമ്പ് പോകുവാൻ ഏറ്റവും അതിൻ്റെ അറ്റം ഏറ്റവും മൂർച്ചയേറിയതാക്കി മാറ്റും. അത്രത്തോളം മിനുക്കി ഏറ്റവും ഷാർപ്പൻ ചെയ്ത് വയ്ക്കും. എന്തിനെന്നറിയാമോ? ഈ ഹല്ലേലൂയ ഈ അറ്റ്മോസ്ഫിയറിൽ കൂടെ അത് എയ്ത് തൊടുത്തു വിടുമ്പോൾ തടസ്സമില്ലാതെ സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട്, വായുവിനെ തുളച്ചു പോകുവാനായിട്ട് ഹല്ലേലൂയ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, ഏറ്റവും നല്ല ഭംഗിയുള്ള, ഏറ്റവും നേർത്തതായിട്ടുള്ള ഈ അമ്പിന് വേണ്ടിയിട്ട് ഏറ്റവും സ്ട്രോങ് ആയിരിക്കുന്ന കാര്യം, അത് അയയുന്ന സമയത്ത് അത് എവിടെയെങ്കിലും വളഞ്ഞു പോവുകയോ അല്ലെങ്കിൽ പൊട്ടിപ്പോവുകയോ ചെയ്യാതെ അത്രത്തോളം നല്ല ടൈറ്റായിട്ട് പോകത്തക്ക നിലവാരത്തിൽ അങ്ങനെയുള്ള മരത്തിൽ നിന്നാണ് ഈ വെട്ടിയെടുക്കുന്നത്, ചെത്തി വെടിപ്പാക്കുന്നത്. എന്തിനെന്നറിയാമോ? ഇത് ശത്രുവിനെ തുളച്ച് കയറ്റുവാൻ, ഇല്ലെങ്കിൽ ഇത് പിശാചിൻ്റെ പദ്ധതികളെ തകർത്ത് കളയുവാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ ദൈവം ഒരുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവം പിശാചിൻ്റെ
പിശാചിൻ്റെ നേരെ ദൈവം തൊടുത്തു വിടുവാൻ, അവൻ്റെ ജീവിത അവൻ്റെ പദ്ധതികളെ തകർത്ത് കളയാൻ, അവൻ്റെ തന്ത്രങ്ങളെ തകർത്ത് കളയുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മയും ചില കാര്യങ്ങൾ മിനുക്കുന്നത്. ദൈവം നമ്മളെ ഒരു അമ്പായിട്ട് ദൈവം നമ്മെ ആക്കി വെക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ശത്രുവിൻ്റെ കയ്യിൽ നമ്മളെ തകർത്ത് കളയാനല്ല, മറിച്ച് ശത്രുവിനെ മുമ്പിൽ അവൻ്റെ ശത്രുവിൻ്റെ പദ്ധതിയെ തകർത്തെറിഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ മിനുക്കുന്നത്. അപ്പോൾ ഈ മിനുക്കൽ ഇതിനെ ഓരോ ദിവസവും ഇതിനെ പോളിഷ് ചെയ്യുന്നത്, അതിനെ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പറയുന്നു, ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ എന്നെ, അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ പറയുന്നു, അവൻ എന്നെ മിനുക്കി അമ്പാക്കി തൻ്റെ പൂണിയിൽ എന്നെ മറച്ചു വച്ചു. അപ്പോൾ ഹല്ലേലൂയ, ഈ അമ്പ് നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ശക്തമായ ഉപകരണമായിട്ട് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ശത്രുവിൻ്റെ പദ്ധതികളെ തകർത്ത് കളയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പഴയ നിയമത്തിലെല്ലാം ഇസ്രായേലിന് ഏറ്റവും ഉപകാരപ്പെടുന്ന തരത്തിൽ നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായി സാധിക്കുന്നു. അവിടെ പറയുന്നു, തൻ്റെ പൂണിയിൽ എന്നെ മറച്ചു വെച്ചു. എന്തിനാണ് പൂണിയിൽ മറച്ചു വയ്ക്കുന്നത്? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരാൾ ഒരുങ്ങുമ്പോൾ അവൻ ആദ്യം ചെയ്യുന്നത് അവൻ്റെ അമ്പിനെ അവൻ വൃത്തിയാക്കും. അമ്പ് അവൻ്റെ വില്ല് അല്ലെങ്കിൽ അവൻ്റെ പൂണിയെല്ലാം വൃത്തിയാക്കും. പൂണി എന്ന് പറയുന്നത് ഈ ആവനാഴി പോലെ നമ്മുടെ ഈ ഏറ്റവും പുറകെ ഒരു യുദ്ധത്തിന് വേണ്ടി പോകുന്ന ഒരാൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് തൻ്റെ അമ്പുകളെ സൂക്ഷിച്ച് വയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ആ പൂണി ഉണ്ടാക്കിയത്. പൂണി എന്ന് പറയുന്നത് ശരിക്കും ആവനാഴി പോലെ ഇരിക്കും. പൂണി എന്ന് പറയുന്ന അതിനെ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്, കൊയ്വർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കുഴൽ പോലത്തെ ഒരു സാധനം അതിനെ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കും. അതിനിങ്ങനെ ചേർത്ത് ഈ നെഞ്ചോട് ഇങ്ങനെ വലിച്ചിങ്ങനെ കെട്ടിവെക്കും. കാര്യം ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ഇത് പുറകെ നിന്ന് ഇളകി പോകാൻ പറ്റില്ല. എത്ര ചാടിയാലോ ഓടിയാലോ ഈ സാധനം പൂണി പുറകെ നിന്ന് ഇളകി പോകാത്ത തരത്തിലാണ് അതിനകത്ത് വച്ചിരിക്കുന്നത്. അതിൻ്റെ മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ അതിനകത്ത് വയ്ക്കുന്ന അമ്പിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാ അമ്പും എടുത്ത് ആദ്യം ഉപയോഗിക്കാറില്ല. ഈ പൂണിയിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന അമ്പ് ഏറ്റവും സ്പെഷ്യലായിട്ട് ചിലതിനെ മാത്രം എയിം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വയ്ക്കും. ഇപ്പോൾ ഒരു യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ മിനുക്കുന്ന ചില അമ്പിന് ചെയ്യുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ആനിമൽ പ്ലാനറ്റൊക്കെ നോക്കുന്ന സമയത്ത് അതിൽ ഇത് ഓരോ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്നതായിട്ടുള്ള കാട്ടിൽ താമസിക്കുന്നതായിട്ടുള്ള മനുഷ്യരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ അമ്പുകൾ മിനുക്കുന്നത് പല പ്രാവശ്യങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അവർ വളരെ അവരുടെ കയ്യിൽ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ചില അമ്പുകൾ അവർ സൂക്ഷിച്ച് വയ്ക്കും. സ്ഥിരമായി അവർ ഉപയോഗിക്കുന്ന അമ്പുകളുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ മൂർച്ച കുറയുന്ന സമയത്ത് വീണ്ടും അതിനെ ചെത്തി അതിനെ മൂർച്ചയുള്ളതാക്കി വയ്ക്കും. അതിൻ്റെ മുന ഒടിഞ്ഞു പോകുമ്പോൾ വീണ്ടും അതിനെ ചെത്തി മുനയുള്ളതാക്കി വയ്ക്കും. എന്നാൽ അവരുടെ കയ്യിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് ചില സാധനങ്ങളുണ്ട്, ചില ഏറ്റവും പ്രധാനപ്പെട്ട അമ്പുകളുണ്ട്. അതൊരു ഉപയോഗിക്കത്തില്ല, അത് സൂക്ഷിച്ചു വെച്ചിരിക്കും. കാര്യം എന്തെന്നറിയാമോ, അത് സിംഹത്തിന് ഉപയോഗിക്കുന്നത് പോലെ അല്ല മാനിന് വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന അമ്പ്. ഓരോ മൃഗത്തിനും വ്യത്യസ്ത തരത്തിലുള്ള അമ്പുകളാണ് അവർ ഉപയോഗിക്കുന്നത്. കാര്യം എന്തെന്നറിയാമോ, അതിന് പോകേണ്ട അതിൻ്റെ ആക്യുറസി, അല്ലെങ്കിൽ അത് വായിൽ കൂടെ പോകുമ്പോൾ അതിൻ്റെ സ്പീഡ്, അത് ഒരിക്കലും ലക്ഷ്യം തെറ്റാതെ വേണം ചെയ്യാനും, അത് ഏറ്റവും വളരെ പിൻ പോയിൻ്റായി അസ്ഥികളെ തുളച്ച് വരെ കയറത്തക്ക നിലവാരത്തിൽ അത്രയും ഷാർപ്പൻ ചെയ്ത് അതിൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ ലോഹങ്ങളെ വെച്ച് ഉരുക്കി മുനയുണ്ടാക്കി എന്ന് വെച്ചാൽ അതിനെ അമ്പെയ്യുന്ന സമയത്ത് സിംഹത്തിൻ്റെ തലവരെ തുളച്ചു പോകത്തക്ക നിലവാരത്തിലേക്ക് അത്രയും കട്ടിയുള്ള അസ്ഥികളെ തുളച്ച് വരെ കയറത്തക്ക നിലവാരത്തിലേക്കുള്ള ആയുധങ്ങൾ അവർ സൂക്ഷിച്ചു വയ്ക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അമ്പുകളെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഈ രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിലും പിശാച് ചില സമയങ്ങളിൽ നമ്മളെ ജീവിതത്തിൽ തകർത്ത് കളയാൻ, മുടിച്ചു കളയാൻ വാദിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കുന്നത് ശത്രുവിൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം നമ്മെ ഉപയോഗിക്കുമ്പോൾ ഞാൻ പറയട്ടെ, നമ്മൾ ചിന്തിക്കാത്ത നിലവാരത്തിലാണ് ദൈവം നമ്മെ ഉപയോഗിക്കുന്നത്. നമ്മൾ പോലും ചിന്തിക്കില്ല, നമ്മൾ ചിന്തിക്കും ദൈവം ഇങ്ങനെയാണോ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവം നമ്മളെ ശുശ്രൂഷയിൽ പല സ്ഥലങ്ങളിൽ പ്രാർത്ഥനകളിൽ പല വ്യക്തികൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില പൈശാചിക മണ്ഡലം തകർന്നു പോയി അവർ വിടുവിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പ്രാർത്ഥിക്കുവാൻ വേണ്ടി വിളിച്ചു. അവരെ ശരീരത്തിൽ കയ്യിൽ അനുഭവിച്ച നീര് പ്രാർത്ഥനയിൽ ആ പൈശാചിക മണ്ഡലം പൊട്ടിപ്പോയപ്പോൾ സൗഖ്യമാകുന്നത് കാണാനിടയായി തീർന്നു. പ്രിയ ദൈവപൈതലെ, നമ്മുടെ ജീവിതത്തിൽ പിശാചിന് വിരോധമായി, അവൻ്റെ പദ്ധതികൾക്ക് വിരോധമായി നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം എല്ലാവരെയും വിളിച്ചിരിക്കുകയാണ്.
ദൈവം തൻ്റെ ദാസന്മാരായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. വേദപുസ്തകത്തിൽ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നോട് ഇസ്രായേലെ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ മഹത്വീകരിക്കപ്പെടും എന്ന് അരുളി ചെയ്തു. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. ആ ജനമായിട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്വന്തം ജനമാണ് ഇസ്രായേൽ. പുതിയ നിയമത്തിൽ നോക്കുമ്പോൾ പുതിയ നിയമത്തിലെ ഇസ്രായേൽ എന്ന് പറയുന്ന നാം എല്ലാവരുമാണ്. നമ്മെയാണ് ദൈവം സ്വന്തം ജനമായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, സ്വന്തം ജനമാക്കിയാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഭാരപ്പെട്ട് നമ്മൾ നിരാശപ്പെട്ട് നമ്മൾ വ്യാകുലപ്പെട്ട് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. ദൈവം നമ്മെ ഈ ദിവസങ്ങളിൽ നമ്മളെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? വലിയൊരു ദൗത്യത്തിന് വേണ്ടി, വലിയൊരു ഒരുക്കത്തിന് വേണ്ടി. പിശാചുമായി അവൻ്റെ തന്ത്രങ്ങളെ തകർത്ത് കളയാൻ ദൈവം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുദിനം പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം, നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ പറയട്ടെ, പലപ്പോഴും പലരും ദൈവം നമുക്ക് തരുന്നതായിട്ടുള്ള കൃപകൾ പലപ്പോഴും നമ്മൾ നഷ്ടപ്പെടുത്തി കളയാറുണ്ട്. ദൈവം നമുക്ക് തന്ന കഴിവുകൾ, കൃപകളെല്ലാം ഈ ദിവസങ്ങൾ വർദ്ധിച്ചു വരുവാനായി പ്രാർത്ഥിക്കണം. കർത്താവ് അത് ഉപയോഗിക്കുമ്പോഴാണ് വർദ്ധിച്ചു വരുന്നത്. ഒരു പക്ഷേ നമ്മളെ ദൈവം വ്യത്യസ്ത നിലവാരത്തിലാണ് ഉപയോഗിക്കുന്നത്. ചില ആൾക്കാരെ വ്യത്യസ്ത നിലവാരത്തിൽ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ചില ആൾക്കാർ ട്രാക്റ്റുകൾ കൊടുക്കുമ്പോൾ ചില ആൾക്കാർ അങ്ങനെ ദൈവം ഉപയോഗിക്കാറുണ്ട്. ചില ആൾക്കാരെ സുവിശേഷം പബ്ലിക് മീറ്റിങ്ങിൽ പറയുമ്പോൾ അത് വലിയ അത്ഭുതങ്ങൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന് വ്യത്യസ്തമായിട്ടാണ് എല്ലാവരെയും ഉപയോഗിക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിനും പല ജീവിതത്തിനും ശത്രുവിൻ്റെ പദ്ധതികളെ തകർത്ത് കളയാൻ ദൈവം നമ്മെ ഉപയോഗിക്കാനായിട്ട് പോവുകയാണ്. ഈ രാത്രി പരിശുദ്ധാത്മാവ് തന്ന ആലോചനകൾ ഞാൻ നിങ്ങൾ നിന്നുകൊണ്ട് പറയാം. ദൈവം തൻ്റെ നിഴലിൻ്റെ കീഴിൽ നമ്മെ ഒളിപ്പിച്ചിരിക്കുകയാണ്. അവൻ്റെ കയ്യിൽ നിന്ന് ഒരു ശത്രുവിനെ തൊടുവാനായിട്ട് സാധ്യമല്ല. മറിച്ച് അല്ലെങ്കിൽ അതേപോലെ തന്നെ ദൈവം നമ്മെ ശത്രുവിൻ്റെ മധ്യത്തിൽ, ശത്രുവിന് വിരോധമായി നമ്മളെ ദൈവം ഒരു മിനുക്കിയ അമ്പാക്കി നമ്മളെ തൻ്റെ കയ്യിൽ നമ്മളെ സൂക്ഷിച്ചിരിക്കുകയാണ്. പിശാച് നമ്മളെ തകർത്ത് കളയാനല്ല, നമ്മെക്കൊണ്ട് പിശാചിൻ്റെ പദ്ധതികളെ തകർത്ത് കളയാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നൊരു ബോധ്യം നമ്മൾ ഈ രാത്രികാലം നമ്മൾ തിരിച്ചറിയണം. കാര്യം പിശാചിനെ കണ്ട് പലരും ഭയന്ന് വിളിക്കുമ്പോൾ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ പദ്ധതികളെ അറിഞ്ഞ് അവനെ ജയിച്ച് നിൽക്കുവാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും നമ്മൾ പിശാചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയാമോ? അവൻ പരാജയം ഒരിക്കലും അവൻ സമ്മതിക്കത്തില്ല. അവൻ നാണം കെട്ടവനാണ്. അവനെപ്പോഴും അവൻ ജീവിതത്തിൽ പരാജയപ്പെട്ടാണ് വീണ്ടും അവൻ്റെ അടുക്കൽ വരും. എന്തെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ നഷ്ടപ്പെടുത്തി കളയുവാൻ, ദൈവവുമായിട്ടുള്ള സംരക്ഷണ വലയത്തെ നശിപ്പിച്ച് കളയാൻ, നമുക്ക് പ്രാർത്ഥനാ ജീവിതത്തെ തകർത്ത് കളയാനൊക്കെയാണ് അവൻ ശ്രമിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളത് അനുവദിച്ചു കൊടുക്കരുത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ വന്നാലും ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്? നിരാശപ്പെട്ടു പോകരുത്. പല തരത്തിലുള്ള നിരാശകൾ നമ്മുടെ ജീവിതത്തിൽ വരാം. വിവിധ കഷ്ടതകളിൽ കൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരാം. പല വേദനകളിൽ കൂടെ നമ്മൾ കടന്നു പോകേണ്ട വ്യക്തികളാണ്. പക്ഷേ ഇതൊന്നും നമ്മൾ തകർത്ത് കളയത്തില്ല, മറിച്ച് ഇതെല്ലാം നമ്മളെ പണിയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതൊക്കെ വളരെ അങ്ങനെ പറയാൻ പറ്റും എന്ന് പലപ്പോഴും ചിന്തിക്കും. പക്ഷേ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എല്ലാം ദൈവം അനുവദിച്ചു കൊടുക്കുന്നതിൻ്റെ കാര്യം, നമ്മുടെ ജീവിതം ഇനി അടുത്ത മുമ്പോട്ട് പോകുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ശോധനകളാണ് നമ്മൾ പോകുന്നത് നമ്മൾ അറിയില്ല. ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്നോട് ആദ്യ നാളുകളിൽ പോരാടിയ പൈശാചിക ശക്തിയല്ല ഇപ്പോൾ പോരാടുന്നത്. എന്നോട് വാദിക്കുന്ന പൈശാചിക മണ്ഡലത്തിൻ്റെ അതിൻ്റെ നിലവാരം വളരെ കൂടുതലാണ്. കരുതൻ ഓരോ നിമിഷവും നമ്മൾ ദൈവത്തോട് വളരുമ്പോൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ട വിവിധ തരത്തിലുള്ള ശോധനകളുണ്ട്. അതിനെല്ലാം നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ കൂടിയേ തീരൂ. ഈ പ്രാർത്ഥിക്കുന്ന ഒരു പൈതലിനെയാണ്, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെയാണ് ദൈവം പണിയുന്നത്. അവൻ്റെ ജീവിതത്തെയാണ് ദൈവം രൂപാന്തരപ്പെടുത്തുന്നത്. പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകത്തില്ല. പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ മുമ്പ് ശോധനകളിൽ കടന്നു വരുമ്പോൾ അവൻ തകർന്ന് തരിപ്പണമായി പോകാനിടയായി പോകും. കാര്യം എന്തെന്നറിയാമോ? അവന് നിരാശയാണ്, മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം ഇങ്ങനെയാണ് എൻ്റെ ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, യു ആർ മൈ സെർവൻറ്റ് ഇൻ ഹൂം ഐ വിൽ ഡിസ്പ്ലേ മൈ സ്പ്ലെൻഡർ. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ നീ എൻ്റെ ദാസൻ, ഇന്ന് ഞാൻ നിന്നെ എന്ത് ചെയ്യും? ഒരു മഹത്വം ഡിസ്പ്ലേ ചെയ്യും. നിൻ്റെ മഹത്വത്തെ, ദൈവത്തിൻ്റെ മഹത്വത്തെ നമ്മളിലൂടെ പ്രകാശിപ്പിക്കാം. നമ്മളെ ഡിസ്പ്ലേ ചെയ്യുന്നു. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മളൊരു ചില സ്ഥലങ്ങളിലൊക്കെ പ്രദർശിപ്പിച്ച് വയ്ക്കും. ഓരോ TV, ഓരോ മിക്സി, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരസ്യത്തിന് വേണ്ടി അവരുടെ ബ്രാൻഡ് സാധനത്തെ അവരിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കും. എന്ന് പറഞ്ഞതുപോലെ നമ്മളെയും ദൈവം ഇങ്ങനെ നമ്മളിലൂടെ ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെട്ട് വരുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഈ നല്ല ദിവസവും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെട്ട് വരുവാനായി നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവുമായിട്ട് ചേർന്നിരിക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ സ്വഭാവം ഉണ്ടാകത്തില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം, പലരും
എൻ്റെ ആത്മീയ ജീവിതത്തിൽ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കാത്ത പലരുടെയും ജീവിതത്തിൽ പിശാച് അറ്റാക്ക് ചെയ്യുമ്പോൾ അവന് നിൽക്കാൻ പറ്റത്തില്ല. പലപ്പോഴും അവർ തകർന്നു. അവർ പോലും അറിയാതെ അവരുടെ ജീവിതത്തിൽ പിശാച് പദ്ധതികളെ ഒരുക്കും. അവർ ചിന്തിക്കും ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരതിൽ തന്നെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടെന്നറിയാമോ? ദൈവത്തിൻ്റെ പദ്ധതിയും പിശാചിൻ്റെ പദ്ധതി അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്തതിൻ്റെ കാര്യം അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഒന്ന്, പ്രാർത്ഥിക്കാൻ പറ്റാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആ വ്യക്തിയുമായി എനിക്ക് എന്തെല്ലാം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് യേശുവിനെ ഇഷ്ടമാണ് എങ്കിൽ, ദൈവവുമായിട്ട് എനിക്കൊരു ബന്ധം, സ്നേഹബന്ധം ഉണ്ടെങ്കിൽ ഞാൻ ഏത് സാഹചര്യത്തിൽ കൊണ്ടിട്ടാലും ഞാൻ പ്രാർത്ഥിക്കും. ആ കാര്യം എന്തെന്നറിയാം, എനിക്കൊരു സ്നേഹമുണ്ട്, എനിക്ക് ദൈവത്തോട് സംസാരിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ഈ ഭൂമിയിൽ നമുക്ക് സംസാരിക്കാൻ ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ, ഏറ്റവും നമുക്ക് സംസാരിക്കാൻ സ്വാതന്ത്ര്യം തന്ന ഏറ്റവും നല്ല ഒരാളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവാണ്. നമുക്ക് എൻ്റെ ബലഹീനതയിൽ അറിയുന്നതും നിന്നെ നന്നായി മനസ്സിലാക്കുന്നതും ബലഹീനതയെ താങ്ങുന്നതും നിൻ്റെ ബലഹീനതയിൽ നിന്ന് നിന്നെ പുറപ്പെടുവിച്ച് കൊണ്ടുവരുന്നതും നിൻ്റെ പാപത്തിൽ നിന്ന് നിന്നെ പുറപ്പെടുവിച്ച് നിന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്നതും നിൻ്റെ ജീവിതത്തെ പണിയുന്നതെല്ലാം ഈ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയണം, ഈ രാത്രി എൻ്റെ ജീവിതത്തെ കർത്താവ് പണിയണം. എൻ്റെ ജീവിതത്തിൽ ശത്രു എൻ്റെ കുടുംബത്തെ തകർത്ത് കളയാൻ പദ്ധതിയിടുമ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു കർത്താവ് മിനുക്കി അമ്പാക്കി എന്നെ കർത്താവ് ഉപയോഗിച്ച് ശത്രുവിൻ്റെ പദ്ധതികളെ തകർത്ത് കളയുവാൻ കർത്താവ് എന്നെ സഹായിക്കണമെന്ന് ഒരു വാക്ക് ദൈവസന്നിധിയിൽ പറയാമോ? ദൈവം നമ്മെ അങ്ങനെയാണ് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. ഈ ദിവസങ്ങളിൽ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന സകല വ്യക്തികളുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ. പരിശുദ്ധാത്മാവ് പ്രകാരം നിൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കട്ടെ. നമ്മൾ എത്ര ഇങ്ങനെ വിശ്വാസത്തിൽ മുന്നേറുന്നു, വിശ്വാസത്തിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ജീവിക്കുന്നുവോ, അപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ വിടുതലുകൾ വരുവാനിടയായിത്തീരുന്നത്. ഒരിക്കലും ഒരു ഭക്തനായ മനുഷ്യൻ ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുക. ദൈവവചനം നമ്മൾ ആയിരക്കണക്ക് പ്രാവശ്യം ഹല്ലേലൂയ വായിച്ചാലും പല ആൾക്കാർക്ക് അത് മനസ്സിലാകത്തില്ല. ഒരു വചനമോ രണ്ട് വചനമോ പോലും അവർക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ ദൈവവചനത്തെ ആഴത്തിൽ സ്നേഹിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നിങ്ങൾ ഓരോ വചനങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ ആ വചനത്തെ ധ്യാനിക്കുമ്പോൾ വചനത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കെട്ടിയിരിക്കുന്ന പിശാചിൻ്റെ കെട്ടുകളെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഇടയെത്തിരും. പലരും മാനസികമായി പ്രയാസത്തോടെ വേദനയോടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ പറയുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾ ദൈവവചനം ധ്യാനിക്കണം, ദൈവവചനം പഠിക്കണം, ദൈവവചനം നിങ്ങൾ വിശ്വാസത്താൽ നിങ്ങൾ വായിക്കണം, ദൈവത്തിന് പ്രാർത്ഥനയോടെ നിങ്ങൾ വായിക്കണം. ദൈവവചനം ഒരു മലയാള മനോരമ പേപ്പർ വായിക്കുന്നത് പോലെ ലാഘവത്തോടെ വായിക്കാതെ പ്രാർത്ഥനയോടെ നിങ്ങൾ വായിക്കണം. അത് വായിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ രാത്രികാലവും ദൈവം നമ്മുടെ ജീവിതത്തിൽ പണിയട്ടെ. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കട്ടെ. ദൈവം നമ്മെ ഒരു മിനുക്കി അമ്പാക്കി ദൈവം മാറ്റട്ടെ. ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്താണ്. അതുപോലെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മൾ പറയാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ തിരഞ്ഞെടുപ്പില്ല. ഇല്ല, ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നമുക്ക് ദൈവത്തെ അറിയാനായിട്ട് പറ്റിയത്. ഒന്നറിയും, നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ ബന്ധുക്കളിൽ എത്ര പേര് യേശുവിൻ്റെ സ്നേഹത്തെ നമുക്ക് അറിയാൻ പറ്റുന്നു? എത്ര പേര് പ്രാർത്ഥിക്കുവാനായി താല്പര്യം കാണിക്കുന്നുണ്ട്? എത്ര പേര് ദൈവത്തെ ആരാധിക്കുവാൻ താല്പര്യം കാണിക്കുന്നുണ്ട്? എത്ര കഷ്ടതയുണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വ്യഗ്രത വരുന്നെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവം നിന്നെ വിളിച്ചതാണ്. പലപ്പോഴും എനിക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ജീവിതത്തിൽ അല്പസമയം കിട്ടിയാലും വചനം വായിക്കുവാൻ, എൻ്റെ ദൈവത്തോട് എനിക്ക് പ്രാർത്ഥിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വിളി നിൻ്റെ മേൽ കിടക്കുന്നത് കൊണ്ടാണ്, ദൈവം നിന്നെ സ്പർശിച്ചത് കൊണ്ടാണ്. ഇസ്രായേലിനെ ദൈവം ഹല്ലേലൂയ വിടുവിക്കേണ്ടതിനാണ് ദൈവം അവരെ തിരഞ്ഞെടുത്തത്. അതുപോലെ ദൈവം നമ്മെ വിടുവിക്കേണ്ടതിനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. പിശാചിൻ്റെ പദ്ധതികളിൽ നിന്ന് അവൻ്റെ തന്ത്രങ്ങളെ ഹല്ലേലൂയ തകർത്തെറിഞ്ഞുകൊണ്ട് അനേകർക്ക് വേണ്ടി ഉപയോഗമുള്ള ഒരു പാത്രമാക്കി ദൈവം നമ്മെ മാറ്റുവാനായിട്ട് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നു. അവിടെ എഴുതിയിരിക്കുമ്പോൾ നമുക്ക് വേദപുസ്തകത്തിൽ നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, അവിടെ നമ്മളെ ഒരു ഈ മിനുക്കി അമ്പാക്കി നമ്മളെ തൻ്റെ പൂണിയിൽ നമ്മെ ഒളിപ്പിക്കുന്നത് പിശാചിൻ്റെ പദ്ധതികളെ തകർത്തെറിയുവാൻ വേണ്ടിയിട്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് പിശാചിൻ്റെ പദ്ധതികൾ നമ്മൾ അറിയുന്നത്? ഒരു പിശാചിൻ്റെ പദ്ധതി നമ്മൾ അറിഞ്ഞില്ല എങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഒരിക്കലും ഒരു ഭക്തനായ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ തന്നെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഒരു മണിക്കൂറായി പ്രാർത്ഥിച്ചിട്ട് തനിക്ക് എന്ത് ചെയ്യാൻ
പറ്റുന്നില്ല, മുമ്പോട്ട് പ്രാർത്ഥിക്കാൻ പറ്റാതെ നിരാശയോടെ ഇരിക്കുന്നു. പ്രാർത്ഥിക്കും തോറും തൻ്റെ ഭാരം മാറുന്നില്ല, താൻ വ്യാകുലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ആരാധിക്കാൻ പറ്റുന്നില്ല, വളരെ പ്രയാസമാണ്. ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ പിന്നത്തേതിൽ ആ ദൈവദാസൻ്റെ അനുഭവത്തിൽ നിന്ന് ആ മനുഷ്യൻ എഴുതിയിരിക്കുന്നത്, ആദ്യത്തെ ദിവസങ്ങളിൽ 1 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടും തൻ്റെ ഹൃദയത്തിലുള്ള ഭാരം മാറിയില്ല. പിന്നെ താൻ ചിന്തിച്ചു, എന്തായാലും ഞാൻ ഭാരം മാറുന്നത് വരെ ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ വേദന മാറുന്നത് വരെയും ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ ജീവിതത്തിലുള്ള നിരാശ മാറുന്നത് വരെയും പ്രാർത്ഥിക്കും. ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു 1 മണിക്കൂറായി, 2 മണിക്കൂറായി, 3 മണിക്കൂറായി. ആ മനുഷ്യൻ പറഞ്ഞു, പ്രാർത്ഥിച്ച 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അഭിഷേകം കടന്നു വരുവാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരാനിടയായി തീർന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവശബ്ദത്തിന് വേണ്ടി നിങ്ങൾക്ക് കാതോർക്കാമോ? ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി നിങ്ങളുടെ കാതുകളെ ഒന്ന് വിട്ടുകൊടുക്കാമോ? ദൈവവചനം കേൾക്കുവാനും ധ്യാനിക്കുവാനും വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കി കൊടുക്കാമോ? ഞാൻ പറയട്ടെ, നീ പരാജയപ്പെട്ടു പോകത്തില്ല. ദൈവം നിന്നെ ഒരു മിനിക്ക് അമ്പാക്കി ദൈവം മാറ്റും. ശത്രുവിൻ്റെ പദ്ധതികളെ തകർത്തെറിയുന്ന ദൈവത്തിൻ്റെ ഒരു ആയുധമാക്കി ദൈവം നിന്നെ മാറ്റും. നിൻ്റെ കുടുംബ ജീവിതത്തിൽ, നിൻ്റെ കുടുംബത്തിൽ വരുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ തൊടാതെ വണ്ണം കർത്താവ് നിന്നെ ഒരു മാനപാത്രമാക്കി മാറ്റുവാനായിട്ട് പോകുന്നു. നിങ്ങൾ ധൈര്യത്തോടായിരിക്കുക. ഈ രാത്രികാലം പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യുവാനായിട്ട് പോകുന്നു. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നു. നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രതപ്പെടുത്തി ഈ രാത്രി കേട്ടതായ ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൽ, കർത്താവേ ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കണ്ടിരിക്കുന്നത് ഒരു മിനിക്ക് ഒരു അമ്പായി കർത്താവ് അങ്ങനെ കണ്ടിരിക്കുകയാണല്ലോ. കർത്താവ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, യെശയ്യാവ് 49 അതിൻ്റെ 2-ാമത്തെ വാക്യം പറയുന്നു, കർത്താവ് അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെ ആക്കി തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനിക്ക് അമ്പാക്കി തൻ്റെ പൂണിയിൽ മറച്ചു വെച്ചു. എന്നോട്, ഇസ്രായേലെ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നിൽ മഹത്വീകരിക്കപ്പെടുമെന്ന് അരുളി ചെയ്തിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ കർത്താവെ അങ്ങനെ ഒരു എൻ്റെ വായെ മൂർച്ചയുള്ള ഒരു ആയുധമാക്കി മാറ്റണം. മൂർച്ചയുള്ള വാളിനെ പോലെ എൻ്റെ കർത്താവെ എൻ്റെ വായെ അങ്ങ് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കയ്യിൻ്റെ നിഴലിൽ അങ്ങനെ ഒളിപ്പിച്ചിരിക്കാൻ നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാമോ? കർത്താവെ പിശാചിൻ്റെ മുമ്പിൽ പിശാചിൻ്റെ പദ്ധതികളെ തകർത്തെറിയുവാൻ, പിശാചിൻ്റെ തന്ത്രങ്ങളെ തകർത്ത് കളയുവാൻ ഒരു മിനിക്ക് അമ്പാക്കി കർത്താവെ അങ്ങനെ കണ്ടിരിക്കാൻ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് ദൈവസന്നിധിയിൽ ഒന്ന് പറയാമോ? ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാത്രികാലം പ്രാർത്ഥിക്കുന്ന സകല വ്യക്തികളുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ. കർത്താവേ, പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ. പിശാചിൻ്റെ പദ്ധതികളെ തകർത്തെറിയുന്ന, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു വരുന്ന വ്യക്തികളാക്കി മാറ്റുവാൻ കർത്താവ് സഹായിക്കണം. ഒരു ജീവിതങ്ങളെ അങ്ങ് പണിയുന്ന കൃപയ്ക്ക് നന്ദി. പിശാചിൻ്റെ കർത്താവേ, പിശാചിൻ്റെ പദ്ധതികളെ തകർത്തെറിയുന്ന, പിശാചിൻ്റെ തന്ത്രങ്ങൾ കർത്താവ് തകർക്കുന്ന തരത്തിലുള്ള കൃപകൾ യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാനായി പ്രാർത്ഥിക്കുകയാണ്. അപ്രകാരം ഒരു പ്രാർത്ഥനയുടെ ഒരു കൈമാറ്റം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം ശ്രവിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതങ്ങളിൽ കർത്താവ് രൂപാന്തരം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടാകട്ടെ. പിശാചിൻ്റെ പ്രവൃത്തികളെല്ലാം അഴിഞ്ഞു പോകത്തക്ക നിലവാരത്തിലുള്ള കൃപ ഒരു മേൽ വെളിപ്പെട്ടു വരുന്ന കൃപയ്ക്കായി നന്ദി പറയുകയാണ്. പ്രാർത്ഥന കേട്ടിരിക്കുക. നന്ദി, മാനമഹത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. God bless you.